ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ശിവശ്രീയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം. അപ്പം ഞങ്ങളൊരു യാത്ര പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിലാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പോവുകയാണ്. അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ മക്കൾ, എൻ്റെ അമ്മ, എൻ്റെ ചെറിയ ചേച്ചി, അവരുടെ മോള്, ചേട്ടൻ, പിന്നെ എനിക്ക് ഇനിയൊരു ചേച്ചിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ചേച്ചി വന്നിട്ടില്ല, ചേച്ചിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, അപ്പോൾ ചേച്ചി വന്നിട്ടില്ല. അപ്പോൾ ചെറിയ ചേച്ചിയും ഫാമിലിയും അമ്മയും എൻ്റെ ഫാമിലിയും കൂടി ഞങ്ങൾ പോവുകയാണ്. അപ്പം നമ്മൾ ലക്കിടിയിൽ നിന്നാണ് കയറി കേട്ടോ. അതായത് എൻ്റെ നാട്ടിലുള്ള ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ലക്കിടി. അതായത് ഒറ്റപ്പാലത്ത് ഒരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ, ലക്കിടി സ്റ്റേഷൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ലക്കിടി സ്റ്റേഷനിൽ നിന്ന് കയറി ഞങ്ങൾ പോണത് കോയമ്പത്തൂർ ആദിയോഗിനെ കാണാനാണ് കേട്ടോ. ഇഷ ഫൗണ്ടേഷൻ ഇതില്ല, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ടിഫിനൊക്കെ ഉണ്ടാക്കി കൈ പിടിച്ചു. ഞങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും ഉള്ളിച്ചമ്മന്തിയാണ് കൈ പിടിച്ചിരിക്കുന്നത് കേട്ടോ. സാമ്പാറൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തത് എല്ലാവർക്കും കഴിക്കാനൊക്കെ കൊടുത്തില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ കഴിക്കാറാകുമ്പോഴേക്കാണ് ഞാൻ വീഡിയോ എടുത്തിട്ടോ. അത്ര ഇഡ്ഡലിയൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. ഞാനും ശിവേട്ടൻ കഴിച്ചു. പിന്നെ ഞാനും ചെറിയ ചേച്ചിയും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ലാസ്റ്റാണ് ഞാനും ചെറിയ ചേച്ചിയും കഴിച്ചിട്ടോ. അപ്പോൾ മക്കളും അമ്മയും ചേട്ടനും മോളും എല്ലാവരും കഴിച്ചു. അപ്പോൾ ഞാനും ചേച്ചിയും കൂടെ പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഇരുന്നാൽ കഴിച്ചു കേട്ടോ. അപ്പോൾ ട്രെയിനിൽ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണല്ലേ നമുക്ക്, പ്രത്യേകിച്ച് എനിക്ക് കേട്ടോ. കാരണം എനിക്ക് ട്രെയിൻ ഒഴിച്ച് ബാക്കി ഏത് വണ്ടിയിൽ കയറിയാലും ഞാൻ ഛർദ്ദിച്ച് പണ്ടാരം മടങ്ങും കേട്ടോ. ഭയങ്കര ഛർദ്ദിയാണ് എനിക്ക്. ഇനിയിപ്പോൾ കാറായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ ഛർദ്ദിക്കും. എനിക്ക് ബസ് കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരും. ഇപ്പോൾ കാറും അങ്ങനെ തന്നെയാണ്. എനിക്ക് ബൈക്കാണെങ്കിൽ വലിയ പ്രശ്നമില്ല. ബൈക്കിൽ നമ്മൾ ഇതുവരെ ഛർദ്ദിച്ചിട്ടില്ല, ട്രെയിനിലും ഛർദ്ദിച്ചിട്ടില്ല കേട്ടോ. ബാക്കി എല്ലാത്തും ഞാൻ കയറിയാലും ഞാൻ ഛർദ്ദിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ട്രെയിനാകുമ്പോൾ കൂടുതൽ സൗകര്യമാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രെയിനിലാണ് പോയത്. അപ്പം ഞാനിങ്ങനെ കലബിലോ ഇങ്ങനെ പറയാം കേട്ടോ. പക്ഷേ ശിവേട്ടൻ അങ്ങനെ പറയുകയാണ്. ഇവളിപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ ഒരക്ഷരം മിണ്ടില്ല. ഇപ്പോൾ ട്രെയിനിലായതുകൊണ്ടാണ് ഇങ്ങനെ കലബിലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാറിലൊക്കെ പോയി മിണ്ടില്ല, കാരണം എവിടെ മിണ്ടാനുള്ള സമയം, എവിടെ ഛർദ്ദിക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. എന്നിട്ടും ഞാൻ ട്രെയിനിലായിട്ടും കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ഛർദ്ദിച്ചു കേട്ടോ. കാരണം ഒരുപാട് ദൂരം പിന്നെ ഓട്ടോയിലിരിക്കണം. നമ്മൾ കോയമ്പത്തൂർ ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് ഒരുപാട് ദൂരം, 35 കിലോമീറ്റർ മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് ആദിയോഗിയുടെ അടുത്തേക്ക് പോകണമെന്നാണ് ഓട്ടോ ഡ്രൈവർ പറഞ്ഞു കേട്ടോ. 35 ആണോ 30 ആണോ ഓർമ്മയില്ല, അത് രണ്ടിൽ ഏതോ ഒന്നാണ്, 30-35 അതിനിടയ്ക്ക് ഏതോ ഒന്നാണ് കേട്ടോ. എന്തായാലും ഒത്തിരി ദൂരം ഉണ്ട് കേട്ടോ. ഛർദ്ദിച്ച് പണ്ടാരം അടക്കി. ഞാൻ പോകുമ്പോൾ കുഴപ്പമില്ല, പോകുമ്പോൾ നല്ല രസമായിരുന്നു യാത്രയൊക്കെ. വരുമ്പോൾ മാത്രം ഛർദ്ദിക്കും. കാരണം രാവിലെ ഞങ്ങൾ ഒരു 8:30 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ എത്തിയാക്കണം നമ്മൾ രാത്രി കറക്റ്റ് 12 മണി എൻ്റെ വീട്ടിലെത്തുമ്പോൾ കേട്ടോ. രാവിലെ 8:30 ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് 8:30 ഇറങ്ങിയിട്ട് പിന്നെ എത്തിയിരിക്കുന്നത് രാത്രി 12 മണിക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ ഓട്ടോ വിളിച്ചു. നേരെ നമ്മൾ ഇഷ ഫൗണ്ടേഷൻ്റെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പകുതി ദൂരം എത്തിയപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഓട്ടോയിൽ പോയി അവിടെ ഇറങ്ങി. പിള്ളേർ മറ്റേ പപ്സാണ് കഴിച്ചത്. ഞങ്ങളെല്ലാവരും ഓരോ ചായ കുടിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലിയെല്ലാം കഴിച്ചതാണ്, എന്നാലും കുറച്ച് അങ്ങോട്ട് പോയപ്പോഴേക്കും പിള്ളേർക്കെല്ലാം വിശക്കുമല്ലോ. ഒരുപാട് ദൂരം ഇങ്ങനെ ഇരിക്കല്ലേ. ഞങ്ങളുടെ അവിടെ നിന്ന് 2 മണിക്കൂറിൽ മേലുണ്ട്, 2-2.25 മണിക്കൂറുണ്ട് ട്രെയിനിൽ കേട്ടോ കോയമ്പത്തൂർക്ക്. പിന്നെ അവിടെ നിന്നും കുറച്ച് ദൂരം ഉണ്ടല്ലോ, 35 കിലോമീറ്റർ പറഞ്ഞ ദൂരം ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും പകുതി വഴിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ വലിയവരെല്ലാവരും ചായ കുടിച്ചു. പിള്ളേർ 3, എൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. എൻ്റെ ചേച്ചിയുടെ മോളും എൻ്റെ ഏട്ടനാണ്, എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. മറ്റേത് പിന്നെ നമ്മുടെ ശിവന്നാരാണ് കേട്ടോ. ശിവന്നാര പിന്നെ എല്ലാവർക്കും അറിയാലോ. ഇതാണ് എൻ്റെ ചെറിയ ചേച്ചിട്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവരൊക്കെ ചിരിക്കുകയാണ്. ഇവിടെ ശിവേട്ടൻ്റെ ചേച്ചിക്കൊക്കെ പിന്നെ ഞാൻ എടുത്ത് കണ്ട് ശീലമായതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എൻ്റെ ചേച്ചിയൊക്കെ ഭയങ്കര നാണങ്ങളാണ് കേട്ടോ വീഡിയോയിലൊക്കെ വരാൻ. അപ്പോൾ സീത വീഡിയോ എടുത്തു പറയുകയാണ് കേട്ടോ. എൻ്റെ ചേച്ചി എന്നെ സീത എന്ന് വിളിക്കുക കേട്ടോ. ചെറിയ ചേച്ചി, വലിയ ചേച്ചി പിന്നെ പേരാ വിളിക്കുക. ചെറിയ ചേച്ചി സീത വിളിക്കും, ഉണ്ണീന്ന് വിളിക്കും. ഞാൻ ഭയങ്കര ചെറിയ കുട്ടിയല്ലേന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ചായയാണ് കുടിച്ചു കേട്ടോ. ഞാൻ ചായ കുടിച്ചു കേട്ടോ. ചായയും കുടിച്ച് ജ്യൂസും കുടിച്ചു കേട്ടോ. ചേട്ടൻ പറഞ്ഞു, നീ എന്തത് ചായയും ജ്യൂസും എല്ലാം കൂടെ ഒരുമിച്ച് എന്താ കുടിക്കുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, നമ്മളെന്തും കുടിക്കുന്നു. എന്നിട്ട് വേണം ചേട്ടൻ പറഞ്ഞു, ഇങ്ങനെ കുടിച്ചിട്ട് വേണം നീ വലിച്ച് വാരി ഛർദ്ദിക്കട്ടെ പറഞ്ഞു കേട്ടോ. പിള്ളേരെല്ലാം ജ്യൂസ് കുടിക്കുമ്പോൾ എനിക്കും ഒരു ആഗ്രഹം. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ലേ ചെറിയ കുട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയാണ് കേട്ടോ, എൻ്റെ അമ്മ കുടിക്കുകയാണ് കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോയിൽ വരുന്നത് കേട്ടോ. ഇത്രയും കാലം യൂട്യൂബ് ഉണ്ടായിട്ട് എൻ്റെ അമ്മയൊന്നും അങ്ങനെ വന്നിട്ടില്ല. എൻ്റെ അമ്മയ്ക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല. എൻ്റെ അമ്മയമ്മയൊക്കെ വരും കേട്ടോ, അവരൊക്കെ എപ്പോഴും വരും. എൻ്റെ അമ്മ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നത് കേട്ടോ. ഇതാണ് എൻ്റെ ലക്ഷ്മിക്കുട്ടി അമ്മ, ഇതാണ് എൻ്റെ അമ്മ. എൻ്റെ അമ്മയുടെ പേരാണ് കേട്ടോ ലക്ഷ്മിക്കുട്ടി. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഓട്ടോയിൽ പോവാണ്, ചേച്ചിയും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പേര് മുരളിയേട്ടൻ, എൻ്റെ ചേച്ചി സിന്ധു ചേച്ചി, എൻ്റെ ചേച്ചിയുടെ മോള് കൃഷ്ണയാണ്, അമ്മൂന്ന് നമ്മൾ വിളിക്കും കേട്ടോ. പിന്നെ എൻ്റെ 2 സന്താനങ്ങളും. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ അടിച്ച് പൊളിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഭഗവാനെ ഓട്ടോയിലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല, കാറിലെങ്ങാനും ആയിരുന്നെങ്കിൽ
അപ്പോൾ എല്ലാവർക്കും നല്ല അടിപൊളി മലയാളം പാട്ടൊക്കെ വെച്ചപ്പോൾ ഭയങ്കര ഡാൻസൊക്കെ വരിക കേട്ടോ. അപ്പോൾ എൻ്റെ മോള് പറയാണ് അമ്മ നമുക്കൊരു ഡാൻസ് കളിച്ചാലോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഡാൻസിൻ്റെ ഒരിട്ട് കുറവ് എനിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ അവരിങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, നമ്മൾ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. വീഡിയോ എടുത്ത് ഞാൻ ചത്തു. എന്നിട്ട് ചേട്ടൻ പറഞ്ഞു ഇതിലിങ്ങനെ എടുക്കും വീഡിയോ, എന്നിട്ട് എവിടെ അപ്ലോഡ് ചെയ്യുമ്പോൾ വാലും മൂടില്ല കേട്ടോ, കുറച്ച് വയ്ക്കുള്ളൂ, മുഴുവനായിട്ടൊന്നും വെക്കില്ലേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് തോന്നുന്നുണ്ട് കേട്ടോ ഈ വീഡിയോ. ഇതുവരെ എൻ്റെ വീഡിയോ ഇത്രയും ഒരു ലോങ് വീഡിയോ ഉണ്ടായിട്ടില്ല. കുറച്ച് ഞാനിങ്ങനെ ഏകദേശം ഉള്ളൂ. പക്ഷേ ഇതെൻ്റെ ഫാമിലി ആയിട്ട് ആദ്യമായിട്ട് പോവല്ല, അപ്പോൾ എല്ലാ വിശേഷങ്ങളും പറയണ്ടേ. അപ്പോൾ എൻ്റെ മോന് നന്നായിട്ട് ഡാൻസ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കളിക്കുകയാണ് കണ്ടോ. ഞാനും അപ്പുറത്ത് ചെറുതായിട്ടൊന്നിങ്ങനെ താളൊക്കെ പിടിച്ചു കേട്ടോ. കാരണം നല്ല രസമല്ല അടിച്ചുപൊളി പാട്ടുകൾ കേൾക്കുമ്പോൾ, അതും പ്രത്യേകിച്ച് നമ്മുടെ പാട്ടെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുത്തിത്തിരക്കി ഓട്ടോയിൽ കയറി കേട്ടോ. നമ്മൾ 8 ആളുണ്ട് കേട്ടോ. അപ്പോൾ 8 ആളും കൂടി നമ്മളൊരു ഓട്ടോയിൽ ഇങ്ങോട്ട് കയറിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഞാൻ വന്നിട്ട് പിന്നെ ഞാൻ വന്നതിന് ശേഷം ചേച്ചി വീട്ടിലേക്ക് അപ്പോഴാണ് വരുന്നത് കേട്ടോ. ഞാൻ വന്നിട്ട് ഒരാഴ്ചയായി. ചേച്ചിക്ക് മോൾക്ക് എക്സാമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങൾ പറയാം കേട്ടോ. ഒരാഴ്ചയായിട്ടില്ല, എന്നെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ പറയുകയാണ് ഇങ്ങനെ മോൾക്ക് എക്സാമാണ്, അതാണ് ഇതാണ് ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിക്കുകയാണ്. ഇതാണ് ചേച്ചിയുടെ മോൾ കേട്ടോ. ആളെൻ്റെ അതേ വൈബാണ് കേട്ടോ. എന്നെ നല്ല ഇഷ്ടം. മെയ്മാ എന്ന് വിളിച്ചിട്ട് ഇങ്ങനെ കേട്ടോ, എൻ്റെ അതേ വൈബാണ്. ഞങ്ങളിങ്ങനെ ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇടണം എന്നൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ ചേട്ടൻ പറയും അവൾ കുട്ടിയല്ലേ ശ്രീദേവി, നീ എന്തിനോ അവളുടെ കൂടെ ഇങ്ങനെ ഇതാക്കണമെന്ന് പറയും. അപ്പോൾ ഞാൻ പറയും ഇല്ല ശ്രീവേട്ട ഞങ്ങൾ ഒരേ വൈബാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ അങ്ങനെ ഇരുന്ന് ഇങ്ങനെ നാട്ടുവർത്താനം മൊത്തം പറഞ്ഞിട്ട് ഞങ്ങളവിടെ എത്താറായിട്ടോ. അപ്പോൾ ചേട്ടൻ പറയണോ ഇവൾക്ക് ഡാൻസൊക്കെ വരാൻ തുടങ്ങി, ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറയാൻ എനിക്കൊരു എന്താ പറയുക ഭയങ്കര ഒരു മനസ്സ് നിറഞ്ഞൊരു യാത്രയായിരുന്നു. കാരണം റിസ്കേ ഇല്ലാണ്ട് നമ്മൾ പോയില്ലോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി, ആദ്യം കൂടെ അടുത്ത് എത്തി കേട്ടോ. ഇതാണ് നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ്റെ അവിടെ. ആന്ധ്രയിൽ നിന്നൊക്കെ കുറേ ആൾക്കാർ വരുന്നിട്ട് ഇങ്ങനെ പറയട്ടോ ശ്രീദേവി ഇതുവരെ പോയിട്ടില്ലേ, നിങ്ങളുടെ അടുത്താണല്ലോ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറയില്ല പോയിട്ടില്ല, സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇപ്പോഴാണ് എനിക്ക് സമയമായത്. നമ്മളല്ലെങ്കിലും എല്ലാം ഒരിക്കലും നമുക്ക് ചിലപ്പോൾ പോകാനുള്ളൊരു വിധിയില്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല അല്ലേ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ സമയം നമുക്ക് ആ എല്ലാവരും അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാണ്ടൊരു യാത്ര പോകും. അങ്ങനൊരു യാത്ര ഇത് കേട്ടോ. പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ് ഇങ്ങനൊരു യാത്ര. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഷ ഫൗണ്ടേഷൻ്റെ. ഒരുവിധം പേരൊക്കെ പോയിട്ടുണ്ടാവും കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, സംഭവം സൂപ്പറാണ്. ഇവിടുത്തെ ലൈറ്റിങ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കും രസമാണ് ഇവിടുത്തെ ലൈറ്റിങ് കാണാൻ. എന്തൊരു ചന്താന്ന് പറയും. 10 മിനിറ്റ് ഉണ്ട് കേട്ടോ. കറക്റ്റ് 7 മണിക്ക് തുടങ്ങുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ തുടങ്ങുമ്പോഴേക്കും ഒരു 7:15 ആയി കേട്ടോ. 7:20 ആയി. എന്നിട്ടൊരു 7:30 ആകുമ്പോഴേക്കൊക്കെ കഴിയുകയും ചെയ്തു. 10 മിനിറ്റ് ഇത്രയേ ഉള്ളൂ കേട്ടോ, 10 മിനിറ്റാണ്. പക്ഷെ ആ 10 മിനിറ്റ് നമ്മൾ അവിടെ അങ്ങോട്ട് ഇരുന്ന് പോകും. അത്രയ്ക്ക് രസമാണ് കേട്ടോ അവിടുത്തെ ഓരോ ആ ലൈറ്റിങ്ങിൻ്റെ ഓരോ ഇതും. പിന്നെ മൊത്തത്തിൽ നമുക്ക് നല്ല ടൈം പാസ്സാണ്. നമ്മൾ രാവിലെ പോയിട്ട് രാത്രിയിൽ വന്നത് നമുക്ക് സമയം പോയത് അറിഞ്ഞിട്ട് തന്നെ ഇല്ല കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് രാത്രിക്കുള്ള ഫുഡ് എല്ലാം നമ്മൾ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്സിമം ഞാൻ പോണ യാത്രയിലൊക്കെ നമ്മൾ അങ്ങനെ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കാറില്ല. കാരണം എല്ലാം നമുക്ക് ചിലപ്പോൾ എല്ലായിടത്തെ ഫുഡും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ട് നമ്മൾ ഫുഡുകളൊക്കെ നമ്മുടെ കൈ തന്നെ പിടിച്ചിരുന്നു. അതാണ് ഇത്രയും വലിയ ബാഗുകൾ കേട്ടോ. ഓരോരുത്തർക്ക് ഇത്രയും വലിയ ബാഗാണ്. ചേച്ചിയാണ് കേട്ടോ രാവിലേക്കുള്ള ടിഫിനൊക്കെ ചേച്ചിയാണ് കൊണ്ടുവന്നത്. ഇഡ്ഡലി, സാമ്പാർ, ചമ്മന്തി ഒക്കെ ചേച്ചി കൊണ്ടുവന്നു കേട്ടോ. പിന്നെ ഉച്ചയ്ക്കും രാത്രിക്കും ഉള്ളത് ഞാൻ കൈപ്പിടിച്ചു. നമുക്ക് രസമല്ലേ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൊടുന്ന് കഴിക്കുക. കാരണം പുറത്തുനിന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമുക്ക് പേടിയാണ്, രണ്ടാമത്തെ കാര്യം നമ്മൾ വീട്ടിലുണ്ടാക്കുക നമുക്ക് സുരക്ഷിതമായി കഴിക്കാമല്ലോ. അപ്പം ഞാൻ പറയണേ എല്ലാവരും ഞാൻ വീഡിയോ എടുത്തു, എന്നെ മാത്രം ആരും എടുക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോൻ എനിക്ക് എടുത്ത് തന്നതാണ് കേട്ടോ. എന്താ ചെയ്യാലേ, എൻ്റെ അച്ഛൻ എപ്പോഴും പറയും ആന്ധ്രയിൽ നിന്ന് വരുമ്പോൾ ലവാങ്കോഴിയെ പോലെ വരും, നാട്ടിൽ നിന്ന് പോകുമ്പോൾ നാടൻ കോഴിയെ പോലെ പോകുന്നു. കാരണം എന്താണെന്ന് പറയും, നമ്മൾ അവിടെ ഇങ്ങനെ ആന്ധ്രയിൽ ഇങ്ങനെ ഒരു റൂമിനകത്ത് ഇങ്ങനെ ഇരിക്കുകയല്ലേ, എന്താ പറയുക കാറ്റും വെയിലും ഒന്നും കൊള്ളാതെ ഇരിക്കുന്ന പോലെ എവിടേക്കും പോകും. അങ്ങനെ നമ്മൾ അമ്പലങ്ങളിലേക്ക് അല്ലാണ്ട് നമ്മൾ എപ്പോഴേലും ഞായറാഴ്ച അമ്പലങ്ങളിലേക്ക് മാത്രമല്ലേ പോകാറുള്ളൂ. അല്ലാണ്ട് അപ്പം ഈ നടത്തെല്ലാം കമ്മിയാണ്. ഈ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഭാഗത്തിരിക്കില്ല, ഇങ്ങനെ അങ്ങോട്ട് ഓടിയിട്ടും ഇങ്ങോട്ട് ഓടിയിട്ടും. അപ്പോൾ കുറേയൊക്കെ തടിയൊക്കെ പോയിട്ടു. അപ്പോൾ എൻ്റെ അച്ഛൻ പറയും വരുമ്പോൾ ഉണ്ടായിരുന്ന പോലെയല്ല, പോകുമ്പോഴേക്കും ഭയങ്കര തടിയൊക്കെ പോയെന്ന് പറയും. എൻ്റെ അച്ഛൻ പാവം, എൻ്റെ അച്ഛനെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ, അതൊക്കെ പറഞ്ഞാൽ പിന്നെ അങ്ങനെ ഇതിൻ്റെ ഒരു ഇതങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി ഞാനും അവിടുത്തെ അരളി ചെടികൾ കേട്ടോ ഭയങ്കര എന്ത് രസമാണെന്ന് പറയും. നിറയെ വഴുനീളം ഈ അരളി ഉണ്ടാവില്ലേ,
അതിൻ്റെ ചെടികളാണ്. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. ആറലി ചെടികൾ പിടിച്ചിട്ടും അതിൻ്റെ മരത്തിൻ്റെ മേലെ കയറിയണ പോലെ എടുത്തിട്ടും. ശിവേട്ടൻ ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ ഈ ആറലി ചെടി മൊത്തം താഴെ വീണു പോകും, നീയൊന്നും അതിനകത്ത് കയറില്ല ശ്രീദേവി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനൊന്നും കയറിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് നമ്മൾ അവിടെയൊക്കെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. ആ ഫോട്ടോസൊക്കെ ഞാൻ കുറേശ്ശെയായിട്ട് ഷോർട്ട് വീഡിയോയിൽ ഇടുന്നു കേട്ടോ. അടിപൊളി ഫോട്ടോസായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഫോണിനകത്ത് നല്ല ക്ലിയറും ഉണ്ടാകും. ഇതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങോട്ട് ആർക്കും പ്രവേശനമില്ല, എന്താണ് സംഭവം എന്നറിയില്ല. ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്, ഇതാരാണ് കിടക്കുന്നത് കൂടെ എനിക്കറിയില്ല. ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു, ആരാണ് ഈ കിടക്കണതെന്ന്, പക്ഷെ ആരാന്നൊന്നും ഞാൻ ചോദിച്ചില്ല. അങ്ങോട്ട് പ്രവേശനമില്ല, അതെന്താണ് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഒരു വലിയൊരു മനുഷ്യൻ പറഞ്ഞ ഒരു രൂപം, അതെന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആദിയോഗിനെ കാണാൻ കേട്ടോ. വഴിയരികിൽ നിറയെ കടകളായിരുന്നു, നമ്മളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. കടകളൊക്കെ നിറയെ ഉണ്ടായിരുന്നു, നമ്മളെല്ലാ കടയും നോക്കി, പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതാ ശിവേട്ട ഒരു ഹാൻഡ് ബാഗ് വാങ്ങിത്തരുന്നു. അപ്പോൾ ശിവേട്ടൻ പറഞ്ഞു, നീ ആദ്യം ഉള്ള ഹാൻഡ് ബാഗ് തൂക്കി എവിടേക്കെങ്കിലും ഒന്ന് പോ, നീ എവിടേക്കും വരില്ലല്ലോ, പിന്നെ എന്തിനാ കണക്ക് ഹാൻഡ് ബാഗ് എന്ന്. കാരണം ശരിയാണ്, എനിക്ക് എവിടേക്കും ഈ അമ്പലത്തേക്ക് അല്ലാണ്ട് ഒന്നാമത്തെ കാര്യം ഞാൻ എവിടേക്കും പോവില്ല, രണ്ടാമത്തെ കാര്യം അമ്പലത്തേക്കും ട്രെയിനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ പോകുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ശിവേട്ടൻ്റെ ബൈക്കിൽ. അല്ലാണ്ട് നമ്മൾ എവിടേക്കും നമ്മൾ പോവില്ല. കാരണം എനിക്ക് വയ്യ, ഛർദ്ദിച്ചൊരു പരുവാവ്, എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ എങ്ങോട്ടും പോകാറില്ല കേട്ടോ. എന്ത് സുഖമല്ലേ, എവിടേക്കും എന്നെ കൊണ്ടുപോകേണ്ട പണിയേയില്ല. പിന്നെ വഴിയരികിൽ മൊത്തം വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ കുറേ വെള്ളം കുടിച്ചു. പോകുമ്പോൾ കുപ്പിയിൽ നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുപോയി. ചേച്ചി ഏലക്കയെല്ലാം ചതച്ചിട്ട് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനും ഒരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി 3 or 4 കുപ്പി വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ വെള്ളവും കഴിഞ്ഞു കേട്ടോ. എന്തോ ഒരു ചൂടല്ലേ, ചൂടത്ത് എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ എന്നാലും നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും വെള്ളം അവിടുത്തെ ഏറ്റവും വലിയതെന്ന് പറയുന്നത് അറിയോ, വെള്ളം. ഭയങ്കര സുഖമായിരുന്നു, കാരണം വെള്ളത്തിന് ക്ഷാമയില്ല. ചില അമ്പലങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഇത്രയും വെള്ള സൗകര്യം ഉണ്ടാവാറില്ല കേട്ടോ. ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു കാര്യത്തിൽ സൂപ്പറാണ് കേട്ടോ, എല്ലാ കാര്യത്തിലും സൂപ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദിയോഗി. എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇനിയിപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോളൂ കേട്ടോ. ആ കഴുത്ത് കിടക്കണ ഞാൻ ആദ്യം വിചാരിച്ചത് ചരടാണെന്ന്, പിന്നെയാണ് മനസ്സിലായത് അത് മൊത്തം രുദ്രാക്ഷമാണ് കേട്ടോ. ഒറിജിനൽ രുദ്രാക്ഷം കൊണ്ട് ഉണ്ടാക്കിയ മാല. എന്തൊരു ഭംഗിയെ കാണാമെന്നറിയോ. പിന്നെ ഇത് നമ്മളെ എന്താ പറയുക, കയ്യിൽ പച്ച കുത്തില്ലേ, അതാണ് കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കയ്യിൽ പച്ച കുത്തി. എല്ലാവരും മീൻസ് ഞാനും പിള്ളേരും പിന്നെ ചേച്ചിയുടെ ഭർത്താവും. ശിവേട്ടൻ, ചേച്ചി, അമ്മ, അവർ 3 ആളും പച്ച കുത്തിയില്ല. ഞാൻ, ചേച്ചിയുടെ മോള്, എൻ്റെ മക്കൾ, പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ്, അവരൊക്കെ പച്ച കുത്തി. ഐസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്ന് ഐസ് തിന്ന് എനിക്ക് മൂക്കൊലിപ്പം വന്നു കേട്ടോ. കാരണം വെറുതെ വന്നുകൊണ്ടിരിക്കും ഐസ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ വിളിക്കും. അതിങ്ങനെ വിളിക്കുമ്പോൾ നമ്മളെങ്ങനെ കഴിക്കാതിരിക്കും. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ജലദോഷം പിടിച്ചു കേട്ടോ. ഭയങ്കര മൂക്കൊലിപ്പാണ്. എന്താ ചെയ്യുക, എനിക്ക് മൂക്കൊലിപ്പൊന്നും വരാത്തതാണ്. ഈ ചൂടിൽ ഇതൊക്കെ തിന്നിട്ട് ഐസും മാങ്ങയും ചക്കയും എല്ലാം കൂടെ തിന്നിട്ട് ഭാഗ്യം മൂക്കൊലിപ്പ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പിടിച്ചില്ലാതെ. ഞാൻ പേടിച്ചു, ഇനിയിപ്പോൾ എങ്ങാനും വേറെ എന്തെങ്കിലും എനിക്ക് വന്നു കഴിഞ്ഞ് ഞാൻ തെണ്ടണ്ട് വരുന്നത്. അപ്പോൾ എൻ്റെ ഞങ്ങളെല്ലാവരും ഒരേപോലെ കേട്ടോ. എന്താ പറയുക, ഈ ശൂലമില്ലേ, അതാണ് നമ്മൾ പച്ച കുത്തിയത്. 10 രൂപ കേട്ടോ ഇതിൻ്റെ വില. നമുക്ക് ശൂലം അങ്ങനെ പച്ച കുത്താൻ, ശൂലം കുത്താനല്ല, പല മോഡലുണ്ട്. എല്ലാവരും ശൂലത്തിൻ്റെ ഇതാണ് പച്ച കുത്തിയത്. ഒരു ദിവസം നിൽക്കുള്ളൂ കേട്ടോ, പിറ്റേ ദിവസം ആകുമ്പോഴേക്കും ഇതൊക്കെ പോകും. പക്ഷേ എൻ്റെ കയ്യിൽ മാത്രം അതിന് പിറ്റേ ദിവസം നിന്നു. അതെന്താണെന്നാവും. ശിവേട്ടൻ പറഞ്ഞു, ശരിക്കും സോപ്പൊന്നും ഉരച്ച് കുളിക്കാത്തതുകൊണ്ടാണ് പറഞ്ഞു കേട്ടോ. അല്ല കേട്ടോ, പക്ഷെ അത് പോയില്ല. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും പോയിട്ടോ. എൻ്റെ മോൻ്റെയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഇവരുടെയൊക്കെ പോകാൻ തുടങ്ങി. ഇപ്പോൾ എൻ്റെ കുറച്ച് നേരം നിന്നു കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും ഇതൊക്കെ. ഞാൻ വെറുതെ ഇങ്ങനെ തട്ടി വിട്ടു എൻ്റെ മക്കളുടെ അടുത്ത്. ഞാൻ വെറുതെ ഇങ്ങനെ തട്ടി വിട്ടു. അമ്മയ്ക്ക് ഭയങ്കര ഭാഗ്യമുള്ളതുകൊണ്ടാണ് മക്കളെ, അതൊന്നും കൈത്ത പോവാഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കത്തിയായിരുന്നു. അങ്ങനെ ഞാനും വെച്ചു. വെയിൽ കൊണ്ട് ഞാൻ കറുത്ത് പണ്ടാരം അടങ്ങിപ്പോയിന്ന്. അല്ലെങ്കിലേ കറുപ്പാണ്, പിന്നെ വെയിൽ കൊണ്ടപ്പോൾ പറയും വേണ്ട. എൻ്റെ മോക്കുണ്ട് വാടാൻ തുടങ്ങി. ശിവേട്ടൻ എന്നിട്ട് പറഞ്ഞു, ഇവളുടെ ഉഷാറ് പോകാൻ തുടങ്ങി. എടുക്കാനുള്ള ഫോട്ടോസൊക്കെ വേഗം എടുത്തു ശ്രീദേവി. കുറച്ച് കഴിഞ്ഞ് നിന്നെ ഒന്നും കാണില്ല. ഇത് കറക്റ്റായിരുന്നു. ഞാൻ രാവിലെ എടുത്ത ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. വൈകുന്നേരം ആകുമ്പോഴേക്കും അള്ള പടച്ചോനെന്ന് പറഞ്ഞ് ഛർദ്ദിച്ച് പണ്ടാരം അടങ്ങിയിട്ട് ഞാൻ എന്തായിട്ടോ. അത് ഈ ഓട്ടോയിലേ ഭയങ്കര ദൂരമല്ലേ, ഓട്ടോ ഒന്നും ഛർദ്ദിക്കാത്തതായിരുന്നു. പക്ഷേ ക്ഷീണം കൊണ്ടായിരിക്കാം, വരുമ്പോൾ ഞാൻ ഛർദ്ദിച്ചു. ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല, എനിക്ക് ലൈറ്റായിട്ടൊരു ഛർദ്ദി പിടിച്ചു കേട്ടോ. പിന്നെ ഇതവിടെ മറ്റേ കാളവണ്ടിയില്ലേ, എന്തായാലും പറയാം, കാളവണ്ടി തന്നെ പറയാം. കാളവണ്ടി സർവീസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ കയറിയിട്ടില്ല, നമ്മൾ നടന്നിട്ട് തന്നെ പോയത്. കാളവണ്ടി സർവീസ് ഉണ്ട്. ഇവിടെ നിന്ന് മറ്റേ യോഗ സെൻറ്ററില്ലേ, അവിടേക്ക് കാളവണ്ടിയുടെ സർവീസ് ഉണ്ട്. എൻ്റെ മോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ഞാനിവിടെ എന്താണ് ചെയ്യുന്നത് എന്ന്. ഐസ് വാങ്ങട്ടെ ചോദിക്കാനാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മുടെ കാളവണ്ടി സർവീസ്. കുറേ പേര് കയറി, കുറേ പേര് കയറിയിട്ടില്ല. ഞാൻ കയറിയില്ല കേട്ടോ. ഞാൻ കയറാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ 2 മക്കളും കരയാൻ തുടങ്ങി, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തോന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു ആ കാളേനെ അവരടിക്കുന്നുണ്ട്, അതുകൊണ്ട് കയറുന്നില്ല എന്ന്. എന്താ ചെയ്യാല്ലേ, കാളയ്ക്ക് അടി കിട്ടിയത് ഒറ്റ കാരണം കൊണ്ട് എൻ്റെ മക്കളതിൽ കയറണ്ട പറഞ്ഞിട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു മക്കൾ. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് മോരും വെള്ളം ഉണ്ടായിരുന്നു. അപ്പം മോരും വെള്ളം നമ്മൾ കുടിച്ചോട്ടെ. എൻ്റെ മോളെ റൈസ് വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ടുള്ള കിട്ടുന്ന മോരും വെള്ളം എന്നെ ഒന്ന് നോക്കി നോക്ക്, 2 ഗ്ലാസ് ഞാൻ കുടിച്ചു കേട്ടോ. നോക്ക് എന്നെ നോക്ക്, 2 ഗ്ലാസ് കുടിക്കുകയും ചെയ്തു, ഒരാന കുപ്പി ഞാൻ നിറയ്ക്കുകയും ചെയ്തു കേട്ടോ. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ വെള്ളം കുപ്പിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട് മോര് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം ഞാനൊരു കുപ്പി അങ്ങോട്ട് നിറച്ചു വിട്ടു. എല്ലാവരും നിറയ്ക്കുന്നുണ്ട് കേട്ടോ, നമുക്ക് കുപ്പിയിൽ വേണമെങ്കിൽ പിടിക്കാം. പക്ഷേ എൻ്റെ കുപ്പി കുറച്ച് വലിയ കുപ്പിയായിരുന്നു കേട്ടോ, വലിയ 2 ലിറ്ററിൻ്റെ കുപ്പിയല്ലേ. അപ്പോൾ അതിൻ്റെ കുപ്പി മോരും നമ്മൾ നിറച്ചു. അവിടെ നിന്ന് 2 ഗ്ലാസ് ഞാൻ കുടിക്കുകയും ചെയ്തു. നോക്കിയൊക്കെ 2 ഗ്ലാസ് കുടിച്ചിട്ട് ഞാൻ പറയണേ, ഈ കുപ്പി ആരും ചോദിക്കണ്ട, ഈ കുപ്പി എനിക്കാണെന്ന്. പക്ഷെ എല്ലാവർക്കും ഞാൻ കൊടുത്തു കേട്ടോ. ചേച്ചി ഒരു കുപ്പി നിറച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ വലിയ കുപ്പി നിറച്ചു കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ കാളവണ്ടിയിൽ കയറുന്നത്. പക്ഷെ എൻ്റെ മക്കൾ കരഞ്ഞുകൊണ്ട് ഞാൻ കയറിയില്ല കേട്ടോ. എന്തിനാ വെറുതെ അവർ വിഷമിപ്പിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ മോരുമെള്ളെല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ പുളിഹാര കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് പുളിഹാര, നമ്മുടെ ലെമൺ റൈസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലെമൺ റൈസാണ് കൊണ്ടുവന്നത്. നമുക്ക് കേട് വരില്ലല്ലോ, സാധാരണ ചോറും കറിയും എല്ലാം കൊണ്ടുവന്ന് ഈ ചൂടത്ത് കേട് വരും. അതുകൊണ്ട് നമ്മൾ ട്രെയിനും യാത്രയും ചൂടും എല്ലാം കൂടെ കേട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയ്ക്ക് ലെമൺ റൈസും രാത്രി മോരും ചോറും ഞാൻ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ വട്ടം കൂടി ഇരുന്ന് കഴിക്കട്ടെ. ഇതുകൊണ്ട് എനിക്ക് ആ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ എല്ലാവരും കൂടെ ഇങ്ങനെ വട്ടം ചേർന്ന് കഴിക്കുക. ഇതിൻ്റെയൊക്കെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുമ്പോൾ അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് നോക്കാം. നമ്മുടെ ഫാമിലിത്തെ എല്ലാവരും ചേർന്ന് വലിയ മരങ്ങളുടെ ചോട്ടിലൊക്കെ ഇങ്ങനെ തണുപ്പത്തൊക്കെ പോയിരുന്ന് എല്ലാവരും കൂടെ ചോറൊക്കെ ഷെയർ ചെയ്ത് കഴിക്കുമ്പോൾ പ്രത്യേക രസമല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നാഗക്കുളം ഇല്ലേ, അവിടെ നാഗക്കുളം ഉണ്ട്. അപ്പോൾ ഇവിടേക്ക് പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ. അപ്പം നമ്മളവിടെ നാഗക്കുളത്തിൽ പോയി, അവിടെയാണ് ധ്യാനമൊക്കെ ഇരിക്കുന്ന യോഗ സെൻ്ററാണ്. അപ്പോൾ അവിടേക്ക് ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളവിടെ കുറേ നേരം പോയിരുന്നു. ധ്യാനത്തിനെല്ലാം ഒരു 10 മിനിറ്റ് അവിടെ ധ്യാനമുണ്ട്. അപ്പോൾ ധ്യാനത്തിനൊക്കെ പോയി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ശിവലിംഗമുണ്ട്. അപ്പോൾ നമ്മൾ ആ ശിവലിംഗമൊക്കെ തൊഴുതു. അപ്പോഴേക്കും തന്നെ വൈകുന്നേരം ആവാറായിട്ടോ. നല്ല രസമാണ്. അവിടേക്ക് ഫോൺ കൊണ്ടുപോകാൻ പാടില്ല. ഒരു കുളത്തിനകത്ത് അങ്ങനെ ഒരു നാഗമുണ്ട്, വലിയ നാഗത്തിൻ്റെ വിഗ്രഹമാണ്. അപ്പോൾ അവിടെ നമുക്ക് പോയിട്ട് തൊഴുക കേട്ടോ. ഫോൺ കൊണ്ടുപോകാൻ പാടില്ല, നമുക്ക് അവിടെ പോയിട്ട് തൊഴുതിട്ട് വരാം. ലഗേജും കൊണ്ടുപോകാൻ പാടില്ല, അതായത് ബാഗ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ പോയി ആ നാഗക്കുളത്തിൽ പോയി തൊഴുത് അങ്ങനെ വന്ന് പിന്നെ 10 മിനിറ്റ് ധ്യാനം ഇരുന്നു. പിന്നെ അവിടെ ഭഗവതിയുടെ ക്ഷേത്രമുണ്ട്. ആ ഭഗവതി ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുതു. ആ ഭഗവതിയെ കാണാൻ തന്നെ എന്തൊരു ഭംഗിയെന്നറിയോ, എന്തൊരു തേജസ്സാണെന്നറിയോ, ഭയങ്കര ഭംഗിയാണ്. നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭഗവതി അവിടെ നിന്ന് ഇങ്ങനെ എണീച്ചു വരുമ്പോൾ തോന്നും അത്രയ്ക്കും ഒരു പവർഫുള്ളായ ഭഗവതി കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഭഗവതിയുടെ അമ്പലം. അപ്പോൾ അതെല്ലാം കണ്ടപ്പോഴേക്കും വൈകുന്നേരമായി. വീണ്ടും നമ്മൾ ഓരോ ചായ എല്ലാം കുടിച്ചു. മക്കൾ ഐസ്ക്രീം തിന്നു, പിന്നെ സിപ്പപ്പ് കഴിച്ചു. അങ്ങനെ ഓരോന്ന് മക്കൾ കഴിച്ചു കേട്ടോ. അപ്പോഴേക്കും രാത്രി ആയപ്പോഴേക്കും ജനങ്ങൾ നിറഞ്ഞു. ഉച്ചയാകുമ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല, രാത്രി ആകുമ്പോഴേക്കും എന്തൊരു തിരക്കായിരുന്നു. തിരക്കെന്ന് പറഞ്ഞാലും പോരട്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം നമ്മൾ വേഗം ദൈവത്തിൻ്റെ ഉമ്മർ തന്നെ സ്ഥലം പിടിച്ചു. എല്ലാവരും ഫോണുമായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളും വേഗം പോയിട്ട് കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ എടുക്കാണ്ടിരുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മളെല്ലാവരും കൂടെ കറക്റ്റായിട്ട് ഈശ്വരൻ്റെ മുന്നിൽ തന്നെ സ്ഥലം പിടിച്ചു കേട്ടോ. എന്നിട്ട് അങ്ങോട്ട് നമ്മൾ കാണാനുള്ള തയ്യാറെടുപ്പാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും അവർ പറഞ്ഞു മൊബൈലിൻ്റെ ലൈറ്റിംഗ് ഒന്നും പാടില്ല, വീഡിയോ എടുക്കാം പക്ഷെ നമ്മൾ ലൈറ്റിംഗ് ഇടാൻ പാടില്ല എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ചന്ദ്രക്കലയൊക്കെ നോക്കി എന്ത് ഭംഗിയാണ് രാത്രി ആകുമ്പോഴേക്കും കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഭയങ്കരമായി ഇഷ്ടമായിരുന്നു. ഒരുപാട് എന്താ പറയുക രസമുള്ള യാത്ര. പക്ഷെ അപ്പോഴേക്കും ഞാൻ പാടി കഴിഞ്ഞത് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ശിവേട്ടൻ്റെ അടുത്ത് പോയിരുന്നു. അപ്പോൾ എൻ്റെ മോനെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ അറിഞ്ഞിട്ടില്ല, ഇതെടുക്കുന്നത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അവൻ എന്തോ അങ്ങനെ വിക്രസൊപ്പിച്ചു എന്ന്. പക്ഷെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തില്ല കേട്ടോ. കാരണം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എന്നെ കിട്ടാറില്ല, മിക്കപ്പോഴും എന്നെ കിട്ടില്ല. ഇവരെടുത്ത് എടുക്കാൻ പറഞ്ഞാൽ ഇവർ അങ്ങനെ ഇങ്ങനെയൊക്കെ എടുക്കും. അപ്പം നമ്മൾ എന്തിനാ വെറുതെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മിക്ക വീഡിയോയിലും പെടാറില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ പെട്ടിട്ടുണ്ട്. എൻ്റെ മോനാണ് അവനടുത്ത്. അപ്പോൾ അവൻ ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ലൈറ്റിങ് തുടങ്ങി കേട്ടോ. ലൈറ്റിങ് ഏകദേശം ഒരു 7 മണി എന്ന് പറഞ്ഞാലും 7:20 ആയി തുടങ്ങുമ്പോഴേക്കും ഇപ്പം നിങ്ങൾ നോക്കിയൊക്കെ ഓരോ രൂപങ്ങൾ വരും കേട്ടോ. എന്ത് രസമാണെന്ന് അറിയുക കാണാൻ. നമ്മൾ അവിടെ പോയിട്ട് തന്നെ നിങ്ങളതൊക്കെ വീഡിയോ അല്ല, മീൻസ് നിങ്ങൾ അവിടെ പോയിട്ട് തന്നെ കാണണം കേട്ടോ. നമ്മൾ എത്രയും റിസ്ക് എടുത്ത് പോയാലും ഇവിടെ പോയിട്ട് ലൈറ്റിങ് കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ മനസ്സൊരു ഫ്രീ ആവും. ധ്യാനത്തിനിരിക്കുന്ന ശിവൻ്റെ ഒരു രൂപമല്ലേ അത്. ആ കണ്ണൊക്കെ അടച്ചിരിക്കുന്ന ആ ഒരു ശിവനെ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സ് ഫ്രീ ആവും.
എപ്പോഴെങ്കിലും നമ്മളൊരു യാത്ര പോകണം കേട്ടോ. നമുക്ക് എന്ത് ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഒരു യാത്ര നമ്മൾ പോയി ഇതൊന്നും പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയായിട്ട് നമ്മളൊരു യാത്ര പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സകല ടെൻഷനും മാറിട്ടോ. എനിക്ക് അനുഭവം കേട്ടോ എൻ്റെ കാര്യത്തിൽ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് പോകണേക്കാട്ടിലും നമ്മുടെ ഫാമിലിയായിട്ട് പോകുമ്പോഴാണ് എനിക്കത് ഇഷ്ടം കേട്ടോ. എല്ലാവർക്കും അത് ഇഷ്ടമാവണമെന്നില്ല. ഫാമിലി ഉദ്ദേശിച്ച് ഭാര്യ ഭർത്താവും മക്കൾ മാത്രമല്ല കേട്ടോ, അച്ഛൻ അമ്മ ചേച്ചി ചേട്ടൻ എല്ലാവരും കൂടെ. അല്ലാതെ നമ്മൾ ഭാര്യ ഭർത്താവും മക്കൾ മാത്രമല്ല, എല്ലാവരും കൂടെ നമ്മുടെ ഫാമിലിത്തെ എല്ലാവരും കൂടെ ഒരു യാത്ര പോയി നോക്കും. അതിൻ്റെ ഫീലിങ്സ് പറഞ്ഞാൽ എന്താ പറയുക, അതിൻ്റെ ഫീലിങ്സ് ഒരു ഒന്നൊന്നര ഫീലിങ്സ് കേട്ടോ. എന്താ എത്ര വിവരിച്ചാലും മതിയാവുന്നില്ല എനിക്ക് കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുറേ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാനും വർത്തമാനം പറയാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു. ഇത്രയൊക്കെയാണ് നമ്മുടെ യാത്രാവിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോ രൂപങ്ങളാണ് ഇങ്ങനെ വന്നിട്ടും പോയിട്ടും ഇരിക്കുന്നത്. മൊത്തത്തിൽ ശിവൻ്റെ അവരിങ്ങനെ ഈ രൂപങ്ങൾ വരുമ്പോൾ അവരിങ്ങനെ പറയുകയും ചെയ്യട്ടോ, ഇന്ന രൂപങ്ങളാണ് വരുന്നത്, ഇന്ന പോലെയാണ് വരുന്നത്, എന്താണ് ഈ ശിവൻ ഇങ്ങനെ ധ്യാനത്തിനിരിക്കാൻ കാരണം, അങ്ങനെയൊക്കെ ഓരോന്നും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മളത് കേൾക്കുന്നതിനേക്കാളും ഈ രൂപം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഒന്നും കേൾക്കില്ല കേട്ടോ. കാരണം നമ്മൾ വേറെ എവിടെ പോയാലും നമ്മൾ പരസ്പരം എവിടെ ഇപ്പോൾ ഓരോ അമ്പലത്തിലാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം തൊഴുകും, വർത്താനം പിന്നെ നമ്മൾ പറയും. ഒരു പൂരത്തിന് പോയാലും നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ പോയാൽ മാത്രം ഈ ലൈറ്റിങ്ങിൻ്റെ സമയത്ത് മാത്രം പരസ്പരം ആരും സംസാരിക്കുന്നില്ല. ശ്രദ്ധ മൊത്തം ഈ ലൈറ്റിങ്ങിലാണ്. പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മുടെ ശ്രദ്ധ അവിടെ പിടിച്ചിരുത്തും. നമ്മളിപ്പോൾ കുറച്ച് നേരം കാണുമ്പോൾ നമ്മളൊന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കും. പക്ഷേ അവിടെ വന്നവരൊക്കെ എവിടേക്ക് നോക്കാണ്ട് ഈ ലൈറ്റിങ് തന്നെ കേട്ടോ. എല്ലാവരും അതന്നെ നോക്കലും തൊഴുകലും, എത്ര പേരാ തൊഴുകലും ഓരോ ഇത്. കാരണം അത്ര രസമാണ്. ഇപ്പോൾ ഈ ഫോണിൽ കൂടെ അങ്ങനെ കാണുമ്പോൾ എത്രമാത്രം നമുക്ക് രസമൊന്നും നമുക്ക് തോന്നില്ല. കാരണം നമുക്ക് ലൈറ്റിംഗ് ഒന്നും ഇടാണ്ട് നമ്മൾ എടുക്കുന്നതല്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ക്ലിയറായിട്ട് കണ്ടു എന്ന് വരില്ല. അവിടെ പോയിട്ട് തന്നെ കാണട്ടോ ഓരോ രൂപങ്ങൾ കണ്ടോ. ശിവൻ്റെ കഴുത്തിൻ്റെ അവിടെ വേറൊരു രൂപം കാണുന്നത് കണ്ടോ, പരമശിവൻ്റെ രൂപം കാണുന്നത് കണ്ടോ. ഇതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ കോയമ്പത്തൂർ ആദിയോഗിനൊന്ന് പോയി നോക്കി നോക്കൂ. അവിടെ തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ആന്ധ്രയിൽ നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത വീട്ടിൽ ആൻറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. 15,000 രൂപ 10 15 ഉണ്ട് കേട്ടോ. അതിനോട് അങ്ങനെ പറഞ്ഞത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഒരാഴ്ചത്തെ ഫുഡും കാര്യങ്ങളും അവിടുത്തെ താമസവും എല്ലാം ഉണ്ട്. 15,000 അന്ന് പറഞ്ഞത്. അതിപ്പോൾ നമുക്ക് അവിടെ അന്വേഷിക്കേണ്ട, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. എന്നോടൊന്നും അങ്ങനെ പറഞ്ഞു 15,000 രൂപ കെട്ടിവെച്ചു, ഒരാഴ്ച അവിടെ പോവുക എന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും അവിടെ പോയിട്ട് നമുക്ക് യോഗ സെൻറ്ററിലൊക്കെ പോയിരിക്കാം. ഫുഡും കാര്യങ്ങളൊക്കെ അവർ നോക്കുമെന്നാണ് ആൻറ്റി പറഞ്ഞത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ റേറ്റിൻ്റെ കാര്യം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്തായാലും പോയി കഴിഞ്ഞാൽ അതൊരു രസമാണ്. നമുക്ക് നമ്മുടെ മനസ്സൊന്ന് ഫ്രീ ആയിട്ടിരിക്കും, ഒരു സന്തോഷമാണ് നമുക്ക്. നിങ്ങളെല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ ഫാമിലിയായിട്ട് പോകും. ഒറ്റയ്ക്ക് പോകണേക്കാട്ടിലും എല്ലാവരും കൂടെ ഒന്ന് പോയി നോക്കൂ കേട്ടോ. ഇവിടേക്ക് എന്നല്ല, എവിടേക്കെങ്കിലും ഇപ്പോൾ വെക്കേഷൻ ടൈമല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മീൻസ് നമ്മുടെ വീട്ടിലെല്ലാവരും വരും. നാട്ടിലല്ല, എവിടെയാണെങ്കിലും വെക്കേഷൻ ടൈമിൽ എല്ലാവരും വരില്ലേ. നമ്മൾ നമ്മുടെ വീട്ടിൽ പോകും. എല്ലാവരും കൂടി വരുമ്പോൾ അതൊരു രസമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വെക്കേഷൻ ടൈമിൽ പിള്ളേരെയും കൊണ്ട് ഒരു ചെറിയൊരു യാത്രയെങ്കിലും പോകണം കേട്ടോ. നമ്മുടെ മക്കൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ ചേച്ചിയുടെ മക്കൾ, ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ്റെ മക്കൾ, ചേട്ടൻ, അങ്ങനെ എല്ലാവരും കൂടെ നമ്മുടെ ഫാമിലി മൊത്തമായിട്ട് ഒരു ദിവസത്തെ ഒരു 1 ഡേ ട്രിപ്പ് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്യും. എന്നിട്ട് എല്ലാവരും പോവും. ഇന്നത്തെ കാലത്ത് അതൊക്കെ ഭയങ്കര അത്യാവശ്യമാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല ഞാൻ പറയുന്നത്, പിള്ളേർക്ക് പരസ്പരം ഒരു സ്നേഹം ഒക്കെ അത് നമ്മുടെയാണ് അവർ എന്നുള്ളൊരു ബോധം വരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും അവർക്ക് അവരുടേതായ ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. ആ ഒരുമിച്ച് പോകേണ്ട യാത്രയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു രസമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു യാത്ര പോകും. പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമിലൊക്കെ പിള്ളേർക്കും ഒരു ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും അടിച്ച് പൊളിക്കുക. വെക്കേഷൻ ടൈമിലൊക്കെ അടിച്ച് പൊളിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഓരോന്ന് കേൾക്കുന്നുണ്ടല്ലോ, വാർത്തകളെല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ തന്നെ വേണം ശ്രദ്ധിക്കാൻ. എവിടെ പോകുമ്പോഴും നമ്മൾ പിള്ളേരുടെ കൈ പിടിക്കണം. പ്രത്യേകിച്ച് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നമ്മളിപ്പോൾ ചെറിയ മക്കളെ കൊണ്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ പിള്ളേരോട് പറയും, ഒന്നുമില്ലെങ്കിൽ അച്ഛൻ്റെ കൈ പിടിക്കുക അല്ലെങ്കിൽ അമ്മയുടെ കൈ പിടിക്കുക. കാരണം ഞാൻ കണ്ടതാണ് കേട്ടോ അവിടെ സംഭവം. ഒരു കുട്ടി ആദ്യം കുറേ നേരം അതിൻ്റെ അമ്മയുടെ കൈ പിടിച്ചു. അപ്പോൾ അതിൻ്റെ അച്ഛൻ വിചാരിച്ചു അമ്മയുടെ കൂടെ അല്ലെന്ന്. ഈ കുട്ടി ഇതിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകണം കണ്ടു. പക്ഷേ അമ്മ വിചാരിച്ചു ഹസ്ബൻഡിൻ്റെ കൂടെ ഉണ്ടാവും വിചാരിച്ചു. ഹസ്ബൻഡ് വിചാരിച്ചു ഈ അമ്മയുടെ കൂടെ ഉണ്ടാവും. ലാസ്റ്റ് ആ കൊച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്തൊരു പറക്കം പാച്ചിലായിരുന്നു എന്നറിയൂ. ഇവിടെ അല്ല കേട്ടോ, ഞാൻ പോയി ഇവിടെ അങ്ങനെയല്ല, ഞാൻ ആന്ധ്രത്തെ കാര്യം പറഞ്ഞത്. ഭയങ്കര പ്രശ്നമായിരുന്നു. നമ്മുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മാക്സിമം നമ്മൾ യാത്ര പോകുമ്പോൾ കുട്ടികളെ ഒരാൾ ശ്രദ്ധിക്കുക. ഒന്നെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഭർത്താവിൻ്റെ അടുത്ത് കൊടുക്കുക. വരണ വരെ അവർ തന്നെ നമ്മുടെ മക്കളെ നോക്കണം. നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ നോക്കുക, കുറച്ച് നേരം അവർ നോക്കുക, അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം കുട്ടികൾ മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്.
അതിപ്പോൾ വേണം വെച്ചാൽ ആരും ചെയ്യല്ല, ആരും അങ്ങനെ ചെയ്യൂല. പക്ഷെ നമ്മൾ വിചാരിക്കും അവരുടെ കൂടെ ഉണ്ട് പിള്ളേരെന്ന്, അവർ വിചാരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന്. അപ്പോൾ യാത്രകളെല്ലാം പോണതൊക്കെ നല്ലതാണ്. പോകുമ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുക കേട്ടോ. മാക്സിമം അല്ല, പൂർണ്ണമായിട്ടും നമ്മൾ നമ്മുടെ മക്കളെ, ഞാൻ ഉദ്ദേശിച്ചത് മാക്സിമം എന്ന് പറഞ്ഞാൽ ഒരാളെ നോക്കുക. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഒന്നും കളിക്കരുത്. ഇപ്പോൾ ഈ ഇടയ്ക്ക് അങ്ങനെ സംഭവം നമ്മുടെ ആന്ധ്രയിൽ ഉണ്ടായി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും യാത്ര പോവുക, അടിച്ച് പൊളിക്കുക. പിന്നെന്താ എനിക്ക് പറയാനുള്ളത്? ഇത്രയൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എന്താണെന്നറിയോ, പേടിയാണ്. ഇപ്പോൾ അങ്ങനെ ഓരോന്ന് ഈ ഇടയ്ക്ക് ആന്ധ്രയിൽ അങ്ങനെ സംഭവം ഉണ്ടായി. എന്തെന്നറിയോ, ഈ സംഭവം അല്ലാണ്ട് വേറൊന്നും ഉണ്ടായി. ഒരു കൊച്ചിനെ ഒരാൾ നിൻ്റെ അച്ഛന് സുഖമില്ല, അവിടെ വഴിയിൽ എവിടെ വീണ് കിടക്കുന്നുണ്ട്, വേഗം വായുവൊന്നും. എന്താടാ ഐസ് വാങ്ങി എനിക്ക്? താങ്ക് യു ഇനി വെക്കോ. എൻ്റെ മോനെ എനിക്ക് ഐസ് വാങ്ങി കൊണ്ടുവന്നാണ്. ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് പോകുന്നില്ലല്ലോ, റെക്കോർഡ് ചെയ്ത് കുറേ നേരം പിടിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മോനെ ആ സമയം കൊണ്ട് എനിക്ക് ഐസ് വാങ്ങി തന്നതാണ്. വന്നപ്പോൾ തുടങ്ങിയതാണ്. എൻ്റെ മകനും മകളും വിഷ്കാചേട്ടൻ കിട്ടിയ കാശ് മൊത്തം പൊടിക്കില്ല കേട്ടോ. പാവങ്ങൾ, അവർക്കായിട്ട് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എന്ത് വാങ്ങുമ്പോഴും മമ്മിക്ക് ഐസ് വേണം, മമ്മിക്ക് അത് വേണം. എൻ്റെ മോനെ തന്നെ ആകെ 200-300 രൂപയൊക്കെ അതിനകത്തുള്ളൂ. പക്ഷേ എൻ്റെ മമ്മിക്ക് പാദസരം വേണം, മമ്മിക്ക് ഹാൻഡ് ബാഗ് വേണം, മമ്മിക്ക് വള വേണം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു ഭാഗ്യമല്ലേ നമ്മുടെ മക്കൾ. ഐസ് തണുത്ത് പോകണം. അപ്പോഴേക്കും ഞാൻ റെക്കോർഡ് ചെയ്യണ സമയത്ത് എൻ്റെ മോൻ ഐസ് കേട്ട് വന്നപ്പോഴല്ലേ, നല്ല ഐസാണ്. ഈ ഐസ് കഴിച്ചിട്ടാണ് എനിക്ക് ജലദോഷം വന്നത് കേട്ടോ. പിന്നെന്താ, പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വെക്കേഷൻ സമയത്ത് കടിച്ച് പൊളിക്കുക. പിന്നെ നാളെ എൻ്റെ നാട്ടിലെ പൂരമാണ് കേട്ടോ. അതായത് തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലിയാണ് നാളെ. അപ്പോൾ എല്ലാവരും ഞാൻ എൻ്റെ നാട്ടിലോട്ട് ക്ഷണിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ലൈവ് ചെയ്യുന്നുണ്ട്. ആന്ധ്രയിലാവുമ്പോൾ രാവിലെ 10 മണി, രാത്രി 10 മണിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ നാട്ടിലായതുകൊണ്ട് തന്നെ 10 മണിയാകുമ്പോഴേക്കും ഞാൻ കിടന്ന് ഉറങ്ങുകയാണ്. പിന്നെ രാവിലെ 10 മണിക്ക് അടുക്കളയിൽ കിടന്ന് വട്ടത്തിരുന്നുകൊണ്ട് രാവിലെ സമയം കിട്ടാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ലൈവ് ചെയ്യുന്നത് വൈകുന്നേരം 7 മണിക്കാണ് എൻ്റെ ലൈവ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിൽ വരിക കേട്ടോ. നമുക്കിങ്ങനെ ചുമ്മാ സംസാരിച്ചിരിക്കാമല്ലോ, അതൊരു രസമല്ലേ അല്ലേ? നമുക്കിങ്ങനെ നാട്ടുവിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കാം. പിന്നെന്താ, അപ്പോൾ എൻ്റെ നാട്ടിലെ പൂരം കാണാൻ എല്ലാവരും വരിക. പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ. നാട്ടിൽ വന്ന പിന്നെ ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ സമയവുമില്ല, ഒന്നും കിട്ടുന്നുമില്ല. കുറേ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു ഭാഗത്ത് ഇരുന്നിട്ടും എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല കേട്ടോ. എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോഴേക്കും നമ്മൾ അപ്പോഴേക്കും ആരെങ്കിലും കാണും. പിന്നെ നമ്മൾ അവരുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും. ആന്ധ്രയിലാവുമ്പോൾ ഇതൊന്നും നടക്കില്ല. കാരണം ആരും അവിടെ വർത്തമാനം പറയാനും ആരുമില്ല. നമ്മൾ രാവിലെ 10 മണികൾക്ക് എല്ലാ പണിയും കഴിയും. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം, നമുക്ക് ലൈവിൽ കുറേ അനിയന്മാരെയും അനിയത്തിമാരെയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും എല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ നമ്മളോടും പറയും, നമ്മുടെ വിശേഷങ്ങൾ അവരോടും പറയും. അതൊരു രസമാണ് കേട്ടോ. എത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലും നമുക്കൊരാളോട് സംസാരിച്ച് കഴിഞ്ഞാൽ സങ്കടമൊക്കെ മാറും. എനിക്ക് അങ്ങനെ കേട്ടോ. പിന്നെന്താ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെന്താ പറഞ്ഞല്ലേ. അപ്പോൾ എല്ലാവരും മാക്സിമം യാത്രകളൊക്കെ പോവുക. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും എൻ്റെ നാട്ടിലെ പൂരത്തിന് വരിക. എൻ്റെ നാട്ടിലെ പൂരം എന്ന് പറയുന്നത് ഈ ഞായറാഴ്ച, അതായത് 11-ാം തീയതി അല്ലേ? 11-ാം തീയതിയാണ് എൻ്റെ നാട്ടിലെ പൂരം. പറക്കോട്ടുകാവ് താലപ്പൊലി ഗംഭീര വെടിക്കെട്ടാണ് കേട്ടോ. 3 ദേശത്തിൻ്റെ വെടിക്കെട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളും വരിക. പിന്നെ എൻ്റെ കോയമ്പത്തൂർ യാത്ര, അങ്ങനെ ഞാൻ രാത്രി എന്താ പറയുക, ഐസിൻ്റെ തപ്പളിക്കും ചങ്കിൽ കുടുങ്ങി കേട്ടോ. ഏകദേശം അവിടെ ഒരു 7:45 ആകുമ്പോഴേക്കും അവിടുത്തെ പരിപാടി എല്ലാം കഴിയും. ലൈറ്റിങ് ആകെ 10 മിനിറ്റുള്ളൂ. ഇത് അർദ്ധനാരീശ്വരിയുടെ ഭാവം നോക്കി, എന്ത് ചന്ത നോക്ക്. ഒരു സൈഡ് പാർവതി ദേവിയും ഒരു സൈഡ് പരമശിവനാണ്. അപ്പോൾ ഈ രൂപങ്ങളൊക്കെ അവിടെ പോയി കാണുമ്പോഴുള്ള ഭംഗി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഭംഗി. ഫോണിൽ കൂടെ നമുക്ക് അത്ര അങ്ങോട്ട് ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും അവിടെ പോവുക. 7:45 ആകുമ്പോഴേക്കും അവിടുത്തെ പരിപാടി എല്ലാം കഴിയും. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഒരു ഓട്ടോ വിളിച്ചു കേട്ടോ. ഓട്ടോ ചാർജ് 1.5 ചാർജ് കേട്ടോ. ബസ്സുണ്ട്, പക്ഷെ നമുക്ക് സമയത്തിനൊക്കെ, നമ്മൾ ട്രെയിനിലൊക്കെ പോയതുകൊണ്ട് സമയത്തിന് ട്രെയിനും കിട്ടണ്ടേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും ഓട്ടോ തന്നെയാണ് വിളിച്ചത്. അവിടെ നിന്ന് ഏകദേശം എത്ര മണിക്കായിരുന്നു? 9:30ക്ക് പിന്നെ ട്രെയിൻ കേട്ടോ. കോയമ്പത്തൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് 9:30ക്കായിരുന്നു. നമ്മൾ ഇവിടെ 9:30ക്ക് ട്രെയിൻ കയറി ഇവിടെ 11:30 ആ സമയത്ത് എത്തി. 2 മണിക്കൂറുണ്ട്. 11:30ക്ക് എത്തി. പിന്നെ നമ്മൾ നേരെ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ചു. ഇവിടെ വീടെത്തിയപ്പോഴേക്കും 12 മണിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രി ഫുഡ് നമ്മൾ മോരും ചോറാണ് കഴിച്ചത്. മോരും ചോറ് നമ്മൾ കടുകൊക്കെ വറുത്തിട്ട് ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് അതൊക്കെ ഉള്ളൊരു മോരും ചോറായിരുന്നു. അത് കാണിക്കാൻ പറ്റിയില്ല, വീഡിയോ കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കി കൈ പിടിച്ചോളൂ.
ചിലപ്പോൾ ഇവിടെ നിന്ന് പിള്ളേർക്കൊന്നും ഫുഡ് പിടിച്ചു എന്ന് വരില്ല. അപ്പോൾ യാത്ര പോയി കഴിഞ്ഞാൽ മാക്സിമം ആൾക്കാരും പറഞ്ഞേക്കാം അയ്യോ പിള്ളേർക്ക് വയ്യ ഫുഡ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയണ കേൾക്കാം. എന്തിനാണ് നമ്മൾ റിസ്ക് എടുക്കുന്നത്? ഇതുപോലെ ലൈറ്റായിട്ട് എന്തെങ്കിലും കൈ പിടിച്ചോളൂ. കുറച്ച് ഇഡ്ഡലിയോ കുറച്ച് മോരും ചോറെല്ലാം കൈ പിടിച്ച് വെച്ചാൽ പിള്ളേർക്ക് എങ്കിലും കൊടുക്കാമല്ലോ, ധൈര്യമായിട്ട് നമുക്ക് കൊടുക്കാമല്ലോ. പിന്നെ പൈസയും ലാഭമാണ് കേട്ടോ. പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ എന്താ കത്തി എന്നറിയോ, ഭയങ്കര കത്തിയാണ്. പിന്നെ മെയിൻ നമുക്ക് പൈസയെക്കാട്ടിലും ഫുഡ് ഇൻഫെക്ഷൻ വരാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ എന്നെപ്പോലെ എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിക്കോളൂ. എന്നിട്ട് യാത്രയൊക്കെ അടിച്ച് പൊളിച്ചോളൂ. ഓരോ രൂപങ്ങൾ ഓരോ അവതാരങ്ങൾ കാണിച്ചിടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോയമ്പത്തൂർ ആദിയോഗിനെ കാണാൻ താല്പര്യമുള്ളവർ പോയി കണ്ടോളൂ. അടിപൊളിയാണ് കേട്ടോ. എത്ര റിസ്ക് എടുത്ത് പോയാലും നമുക്ക് ഒട്ടും തന്നെ അയ്യോ വെറുതെ പോയി എന്നൊരു ഫീലിംഗ് ഒട്ടും നമുക്ക് വരില്ല. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രീ ആവും. ആ ധ്യാനത്തിനൊക്കെ പോയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് വേറെ ചിന്തകളൊന്നും ഇല്ലാണ്ട് മനസ്സമാധാനത്തോടെ 10 മിനിറ്റ് അവിടെ പോയിരിക്കും. അപ്പോൾ എല്ലാവരും പോയി അടിച്ച് പൊളിക്കൂ കേട്ടോ. പിന്നെന്താ ഞാൻ പറയുന്നത്, പിന്നെ ഞാൻ കാര്യമായിട്ട് എന്തോ പറയണമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ ഐസൊക്കെ തണുത്ത് പച്ചവെള്ളമായിപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ലൈറ്റിങ് കണ്ടോളൂ. ശിവൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ശിവൻ്റെ കഴുത്ത് കിടക്കുന്ന രുദ്രാക്ഷമാലയാണ് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് അത് കയറിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോഴേ കയറായിരിക്കും വിചാരിച്ചു ദൂരം നിന്ന് കണ്ടപ്പോൾ. പിന്നെ അടുത്ത് പോയപ്പോഴാണ് അത് രുദ്രാക്ഷം എന്ന് മനസ്സിലായത്. പിന്നെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ശിവൻ്റെ ചെവിത്തെ കമ്മലാട്ടോ. നല്ല രസമുണ്ട്. പഴയ ആൾക്കാരൊക്കെ അടുത്ത് എന്താ എന്താണ് പറയില്ലേ, പഴയ ആൾക്കാരുടെയൊക്കെ ചെവിക്കകത്ത് ഉണ്ടാവില്ല ഒരു കമ്മൽ, അങ്ങനത്തെ കമ്മൽ തോടക്കമ്മൽ അങ്ങനെ എന്തോ പറയും. അത് സൂപ്പറാട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ചന്ദ്രക്കല നോക്ക് എന്ത് ഭംഗിയാലേ. അപ്പോൾ നിങ്ങളെല്ലാവരും പോകും കേട്ടോ. പോയിട്ട് നമ്മുടെ ആദിയോഗിയെ കണ്ടിട്ട് വരും. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. കാരണം വേറെ ഒന്നുമില്ല, ഇത്രയും ലോങ് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയും നേരം നമുക്ക് റെക്കോർഡ് ചെയ്യുമ്പോൾ എന്ത് പറയണം എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ വരില്ലോ. പക്ഷെ അവിടുത്തെ വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല. അത്രയ്ക്കും വിശേഷങ്ങളാണ് അവിടെ. ഒരുപാട് കാണാനുണ്ട് കേട്ടോ. പിള്ളേരെ കൊണ്ട് പോയാലൊക്കെ ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും പോവുക. പിന്നെ എല്ലാവരും കൂടെ എൻ്റെ നാട്ടിൽ എന്താ ആംബുലൻസിൻ്റെ സൗണ്ട് അല്ലേ, എനിക്ക് ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ ഭയങ്കര പേടിയാണ്. എന്താണ് വയറ് ഭയങ്കരമായിട്ട് കാളും എനിക്ക്. പിന്നെ കയ്യും കാലും ഒന്നും കിട്ടില്ല. എന്താ അങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ചായിട്ട് അങ്ങനെ എന്തോ ഭയങ്കര ഒരു പേടിയായിരിക്കും. ചെറുപ്പം മുതലേ ആംബുലൻസ് കണ്ടാൽ പേടിയാണ്. പക്ഷേ ഇപ്പോൾ ഈ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ കയ്യും കാലും വിറയ്ക്കും. എന്താ പറയണത് തന്നെ ഓർമ്മ ഉണ്ടാവില്ല. അത്രയ്ക്കും പേടി എനിക്ക്. ആർക്കും ഒരു ആപത്തും ഇല്ലാതിരിക്കട്ടെ അല്ലേ. ഓരോന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും പേടിയാണ്. ആർക്കും ഒരു ആപത്തില്ലാണ്ടിരിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ടെ. സന്തോഷത്തോടെയും സമാധാനത്തോടും കൂടി എല്ലാവരും ഇരിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ. എൻ്റെ ഐസ് എന്താ ചോ എന്തേ ഇത് അവിടെ ഇങ്ങനെ നമുക്ക് കർപ്പൂര ഹാരതി കൊടുക്കുക കേട്ടോ. ഈ ലൈറ്റിങ് നിർത്തുന്നതിന് മുന്നേ നിർത്തി കഴിഞ്ഞാൽ അപ്പോൾ അവർ കർപ്പൂര ഹാരതി കൊടുക്കും കേട്ടോ. ഹാരതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈറ്റിങ് അവസാനിച്ചു കേട്ടോ. ഹാരതി കണ്ടു കൊടുക്കുന്ന 4 പേര് ചേർന്നിട്ട് കർപ്പൂര ഹാരതി കൊടുക്കുന്നു കേട്ടോ. അവിടെ ശിവനും ശിവൻ്റെ ചുറ്റും ഒരു പാമ്പുമാരുടെ ഒരു വിഗ്രഹം കേട്ടോ. അവിടെ അങ്ങനെ അതും കാണാൻ നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.